മലയാള സിനിമയിൽ ഒരേ കാലഘട്ടത്തിൽ സഞ്ചാരം തുടങ്ങിയ പല അഭിനേതാക്കളുടെയും ജീവിതയാത്രകൾ പിന്നീട് വ്യത്യസ്ത വഴികളിലേക്കാണ് പോയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ താരതമ്യങ്ങളിൽ ഒന്നാണ് ഇന്ദ്രൻസേനും ജയറാമേട്ടനും. 1990കളിലെ മലയാള സിനിമ ഓർക്കുന്നവർക്ക് ഇന്ദ്രൻസിനെ മറക്കാനായില്ല. ചെറിയ മുഖവും മെലിഞ്ഞ ശരീരപ്രകൃതിയും കൊണ്ട് അദ്ദേഹം പല സിനിമകളിലും കോമഡി കഥാപാത്രങ്ങളായിരുന്നു ചെയ്തത്. ആ കാലത്ത് നായകന്മാരുടെ തമാശകൾക്ക് ഇരയാകുന്ന കഥാപാത്രം, അടി കിട്ടുന്ന കഥാപാത്രം, കളിയാക്കപ്പെടുന്ന കഥാപാത്രം എന്നിങ്ങനെ നിരവധി വേഷങ്ങളാണ് ഇന്ദ്രൻസേന് ലഭിച്ചിരുന്നത്. അന്നത്തെ പ്രമുഖ നായകന്മാരിൽ ഒരാളായ ജയറാമിന്റെ സിനിമകളിലും ഇന്ദ്രൻസ് ഇത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് കൂടുതലായി പ്രത്യക്ഷപ്പെട്ടത്. കഥയുടെ ഭാഗമായ കോമഡി രംഗങ്ങളിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും അപമാനിക്കപ്പെടുകയും അടികിട്ടുകയും നായകന്റെ തമാശയ്ക്ക് ഉപാധിയാവുകയും ചെയ്തിരുന്നു. അന്നത്തെ സിനിമാ രീതിയിൽ അത് സാധാരണമായിരുന്നെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ കഴിവ് അതിനേക്കാൾ വലുതായിരുന്നുവെന്ന് പലർക്കും തോന്നും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ വന്നു. പ്രായം കൂടിയതോടെ ഇന്ദ്രൻസിന് ലഭിച്ച കഥാപാത്രങ്ങളും മാറി. കോമഡി മാത്രം ചെയ്തിരുന്ന നടൻ പതിയെ സ്വഭാവ നടനായി മാറി. ചെറിയ കഥാപാത്രങ്ങളിൽ പോലും വലിയ പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. പിന്നീട് വന്ന ചിത്രങ്ങളിലൂടെ ഇന്ദ്രൻസ് തന്റെ അഭിനയത്തിന്റെ മറ്റൊരു മുഖം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ദേശീയ തലത്തിൽ പ്രശംസ നേടുന്ന പ്രകടനങ്ങൾ, പുരസ്കാരങ്ങൾ, സിനിമാ പ്രേമികളുടെ ആദരം ഇവയെല്ലാം അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമയിലും ഇന്ദ്രൻസിന് മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു. ഒരു കഥാപാത്രം ലഭിച്ചാൽ അതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന നടൻ എന്ന നിലയിൽ അദ്ദേഹം സ്വന്തമായ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു. ഇന്ദ്രൻസിന്റെ വിജയത്തിന് പിന്നിലെ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. സിനിമയിൽ എത്ര ഉയരത്തിലെത്തിയാലും ലാളിത്യവും വിനയവും കൈവിടാത്ത വ്യക്തിയായി അദ്ദേഹം അറിയപ്പെടുന്നു. സഹപ്രവർത്തകരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതോ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതോ ഇതുവരെയും കേട്ടിട്ടില്ല. അതേസമയം ജയറാമേട്ടൻ്റെ കരിയർ നോക്കുമ്പോൾ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നായകനായിരുന്ന ജയറാം കോമഡി, കുടുംബകഥകൾ, പ്രണയ ചിത്രങ്ങൾ എന്ത് ചെയ്താലും വിജയമാക്കാൻ കഴിയുന്ന താരമായിരുന്നു അദ്ദേഹം. ഇവിടെയാണ് എൻ്റെ അമ്മ രാമനാഥ. അവസാന ശ്വാസത്തിലെ അമ്മ പറഞ്ഞത്, നീ അനാഥനല്ല, നിന്റെ അച്ഛൻ. മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ നായകന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ സിനിമയുടെ രീതികളും മാറി. പുതിയ തലമുറയിലെ അഭിനേതാക്കളും കഥകളും വന്നതോടെ ജയറാമിന്റെ താരമൂല്യം പഴയതുപോലെ നിലനിർത്താൻ ബുദ്ധിമുട്ടായി. ചില അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്കിടയാക്കിയതും അദ്ദേഹത്തെ വാർത്തകളിൽ നിറച്ചു. ഒരു കാലത്ത് നായകന്റെ തമാശയ്ക്ക് ഉപകരണം മാത്രമായിരുന്ന ഇന്ദ്രൻസ് ഇന്ന് കഥാപാത്രത്തിന്റെ പേരിൽ സിനിമ കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന നടനായി മാറിയിരിക്കുന്നു. അതേസമയം ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്ന ജയറാം തൻ്റെ കരിയറിലെ വെല്ലുവിളികളെ നേരിടുകയാണ്. ഒരു കാലത്ത് നായകന്റെ കോമഡിക്ക് വേണ്ടി കളിയാക്കപ്പെട്ടിരുന്ന ഇന്ദ്രൻസ് ഇന്ന് അഭിനയത്തിന്റെ പേരിൽ ആദരിക്കപ്പെടുന്നു. എന്നാൽ ഒരു കാലത്ത് സൂപ്പർ താര പദവിയിലുണ്ടായിരുന്ന ജയറാം ട്രോളുകളുടെ പേരിലാണ് വാർത്തകളിൽ എത്തുന്നത്. ഒരു കാലത്ത് കോമഡി രംഗങ്ങളിൽ മറ്റുള്ളവരുടെ ചിരിക്ക് കാരണമായിരുന്ന ഇന്ദ്രൻസ് ഇന്ന് ദേശീയ അവാർഡ് ജേതാവായും മികച്ച സ്വഭാവ നടനായും തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ശ്രദ്ധ നേടുന്ന അഭിനേതാവായി മാറിയിരിക്കുന്നു. അതേസമയം ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും സുരക്ഷിതമായ താരങ്ങളിൽ ഒരാളായിരുന്ന ജയറാം അന്യഭാഷയിൽ പോയി ചെറിയ ചെറിയ കോമാളി വേഷങ്ങൾ ചെയ്യുന്നു. ഇനി പുള്ളിക്ക് പഴയ താരമൂല്യം തിരികെ നേടാൻ വളരെ പ്രയാസകരമാണ്. ജയറാമേട്ടൻ ഇപ്പം മറ്റു ഭാഷകളിൽ ചെയ്യുന്ന വേഷങ്ങളെക്കാളും ഒരുപാട് മുകളിലായിരുന്നു ഇന്ദ്രൻസേട്ടൻ പണ്ട് ചെയ്തിരുന്ന കോമഡി വേഷങ്ങൾ.